അപ്പോൾ നമ്മൾ കൊക്കനക്കല്ല് വാട്ടർഫാൾസിൻ്റെ പാർട്ട് സെക്കൻഡ് വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഫുൾ വീഡിയോ കാണുക, നല്ല കാഴ്ചകളാണ് വരുന്നത് വീഡിയോയിൽ. ബോട്ടിങ്ങിന്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്. മസാജ് ഒന്നും വേണോ? അവിടുന്ന് ഉള്ളിലോട്ട് കയറി വരുന്നതിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കുന്നില്ല, ആദ്യം ഉള്ളിലോട്ടൊന്ന് കറങ്ങിയിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ബൈക്ക് കയറി പോകുന്ന ഭാഗത്തേക്കാണ് മീൻ മാർക്കറ്റും കാര്യങ്ങളും. അവിടുന്ന് ഫിഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഇത് പാചകം ചെയ്തു തരാനുള്ള ആൾക്കാരുണ്ട്, കുറേ ചേച്ചിമാർ. അപ്പോൾ അവരത് നമുക്ക് കുക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ 1 കിലോ മീൻ ഇത്ര റേറ്റ് ആണ്, 300 രൂപയും കണ്ടാണ്. പിന്നെ ചോറ്, രസം, ഇങ്ങനെ എല്ലാം കൂടെ ചേർത്താണ് തരുന്നത്. ഇത് നെത്തോലിയാണ്. ഏറ്റവും കൂടുതൽ അവിടുത്തെ പുഴയിലെ മീനാണ് ആൾക്കാർ അവിടെ ടൂറിസ്റ്റൊക്കെ വിൽക്കുന്നത്. അമ്മച്ചി ഈ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ആ ഒരു ലോക്കൽ സെറ്റപ്പിൽ കൊടുക്കുന്ന രീതിയാണ് അവിടെ. പലതരം സാധനങ്ങൾ അവിടെ കച്ചവടം ചെയ്യാനുണ്ട്. പക്ഷേ ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ആദ്യമായിട്ട് കാണുകയാണ്. ഞാനപ്പോൾ അവിടുത്തെ അമ്മച്ചിയോട് ചോദിക്കുകയും ചെയ്തത് എന്താമ്മാന്ന്. അവരത് കറക്റ്റ് പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ മസാജ് ചെയ്യുന്നവർ നിരവധിയുണ്ട്, അവരവിടെ ഇട്ട് ചവിട്ടി പിടിയുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മൾ കയറി ചെല്ലുന്ന ഫസ്റ്റ് കാണുന്ന ആ വാട്ടർഫാൾസിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കുളിക്കുന്നവർക്ക് അത് സേഫ്റ്റി ആയിട്ട് കുളിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരു ഗ്രില്ല് പോലെ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് കുളിക്കാം. അപ്പോൾ അപകട സാധ്യത ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പല ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആ ഒരു കാര്യങ്ങൾ പാലിച്ച് വേണം ഇതിലോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു അപകടത്തിൽ പെട്ടിട്ട് എന്തെങ്കിലും പറ്റിയിട്ട് കാര്യമില്ല. സൗണ്ട് നല്ലതുകൊണ്ടോ ഉണ്ട് വെള്ളം വീഴുന്നതിൻ്റെ. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ അറിയാൻ വയ്യ ഞാൻ. അപ്പോൾ ഇവിടെ ബ്രിഡ്ജിനകത്ത് കയറുന്നതിന് ഇവിടുന്ന് ഒരു പാസ് ഉണ്ട്, 20 രൂപയാണ് ആ പാസ് മേടിക്കുന്നതായിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ഒരു ടിക്കറ്റ് എടുത്തിട്ട് നേരെ ആ ബ്രിഡ്ജിൻ്റെ ഭാഗത്തോട്ടാണ് പറയുന്നത്. അതായത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. മുകളിലോട്ട് പോകുമ്പോൾ എന്താ വ്യൂ ഒന്ന് കാണിച്ചു തരാം. രണ്ടു തരം കാഴ്ചയാണ്, മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും. രണ്ടിനും വ്യത്യസ്ത ഭംഗിയാണ് കാണാൻ. നമ്മുടെ വീരപ്പേണൻ്റെ സ്വന്തം സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടന്മാരെ വരുന്നുള്ളൂ, ക്ലോസ്ഡാണ്. പക്ഷേ ഇവിടുത്തെ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെന്ന് ഇതിൻ്റെ അപ്പുറത്തോട്ട് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പുഴയിൽ നിന്ന് പിടിച്ചോണ്ട് പോണ മീനാണ് കേട്ടോ. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം ക്രോസ് ചെയ്യാനുള്ള അനുവാദം, അതായത് ഈ മീൻ പിടിക്കുന്നവർക്ക്, അത് ഇവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണ്. അവരവിടുന്ന് ആ മീനെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് നമുക്ക് ഇതേപോലുള്ള ടൂറിസ്റ്റുകൾക്ക് അത് ഫ്രൈ ചെയ്ത് അത് കുക്ക് ചെയ്തൊക്കെ തരുന്ന ആ ഒരു രീതിയാണ് അവർക്ക്. അവരുടെ ആ ഒരു ജീവിത മാർഗ്ഗ രീതി അതേപോലെയാണ്. അപ്പോൾ അവർക്ക് മാത്രമല്ല ആ കാണുന്ന ഗേറ്റ് കഴിഞ്ഞ് അപ്പുറം പോകാക്കുള്ളൂ. നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് അപ്പുറം പോകാൻ അനുവാദമില്ലെന്ന്. അപ്പോൾ നമ്മളതിൻ്റെ അപ്പുറം പോയതുമില്ല. ഓക്കെ, ഇവിടെ അപ്പുറം ക്രോസ് ചെയ്ത് രണ്ടുപേരും പോയപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അവിടെ മറ്റാർക്കും പ്രവേശനം, അത് അപ്പുറം കഴിഞ്ഞ് ഞാൻ ബോർഡർ കഴിഞ്ഞ് കർണാടകയിൽ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ദ്വീപുണ്ട്, അത് കഴിഞ്ഞാൽ കർണാടക ആയെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഈ മീൻ പിടിക്കാൻ അങ്ങനെയുള്ള പോണവരാണ് കൂടുതലും അവിടെ പോകാൻ നിൽക്കുന്നത്. അല്ലാത്തുള്ളവർക്ക് അവരുടെ പെർമിഷൻ ഇല്ല. ഇവിടെ നിന്ന് സെക്യൂരിറ്റിയിൽ നിന്ന് പട്ടപട്ടാ വിസിലടിക്കും. നമ്മളിനി അകത്തുനിന്ന് പോകാൻ ശ്രമിക്കാതെ പുറത്തോട്ട് വന്നോളൂ. അപ്പോൾ ഇവിടെ ഈ പാറയുടെ ഇടയ്ക്കൊക്കെ ഒരു വാതിൽ പോലൊക്കെ ഉണ്ട്, കാണാൻ പറ്റും കണ്ടോ. ಮಸ್ತಿದೆ, ಎಲ್ಲರೂ ಬನ್ನಿ ಮಜಾ ಮಾಡಿ. ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್. KL ನಾವಿಗೇಷನ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಪ್ಲೀಸ್ ಗೈಸ್. ഓക്കെ, അങ്ങോട്ട് ഇപ്പം ഈ അമ്മച്ചിയുടെ കയ്യിൽ പൊരിയില്ലേ, അപ്പോൾ പൊരിയൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നത്. അപ്പം കൊട്ടവഞ്ചികൾ ഇഷ്ടം പോലെ ധരിച്ചിട്ടുണ്ട്, ആവശ്യം പോലെ. 1500 രൂപ റേറ്റ് വന്നത്. അപ്പം ജോയിൻ ചെയ്തെങ്കിൽ അപ്പം രണ്ടുപേര് വർത്താനം പറയത്തില്ല, രണ്ടുപേര്. അപ്പോൾ രണ്ടുപേരെ കിട്ടി. അപ്പോൾ പുള്ളിക്കാരെ വരെ പറഞ്ഞ് 600 രൂപ തരാൻ കൊണ്ടുവന്നത്. പിന്നെ ബാലൻസ് പറഞ്ഞ് ഓക്കെ ശരി ഞാൻ തന്നെ കൊടുത്തോളാം, നിങ്ങൾ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ടിക്കറ്റ് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ നേരെ 1 ഹവറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബോട്ടിൻ്റെ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു തടി തൂക്കിയിട്ടേക്കുന്നത് എന്തിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പം അത് മാറി കിട്ടി. സംഭവം കൊട്ടവഞ്ചിക്കകത്ത് അവർ കണ്ട ഇതേപോലെ ഇരുന്ന് ചവിട്ടി നിന്നിട്ട് ഇങ്ങനെ പെഡൽ ചെയ്താൽ തുഴഞ്ഞാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ പുള്ളിക്കാരൻ ഭയങ്കര സീരിയസ് ആണെന്നു.
അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ഇനി ഇവിടെ നടന്നോളാം അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോകാനായിട്ട്. പോകുന്ന വഴി നിരവധി കടകളും ചെറിയ സ്നാക്സ് കടയും നമുക്ക് ജ്യൂസ് അങ്ങനെയുള്ള പാനീയങ്ങളൊക്കെ ചെറുതായിട്ട് അവിടുത്തെ പ്രാദേശിക ആൾക്കാർ വിൽക്കുന്ന ആ ഒരു പോയിന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും അവിടെ. അപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചെ ബസ് വന്നപ്പോൾ ആ ഗൈഡ് പയ്യല്ലേ മസാജിൻ്റെ കാര്യം ചോദിച്ചതാണ്. വഞ്ചി ഇങ്ങനെ കമത്തി വാരിയിട്ടേക്ക, പാറക്കല്ലിനെ കമത്തി ഇട്ടേക്കുന്ന അതേപോലെ തന്നെ പാറക്കല്ല് കമത്തി ഇട്ടേക്കാം. പാറക്കല്ല് കിടക്കുന്ന പോലെ എങ്ങനെ കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ചേച്ചി മാങ്ങ തന്നെ വിളിക്കുന്നുണ്ട്, പോയി നോക്കട്ടെ. വേറൊരു ലെവല് തന്നെ കേട്ടാ. ഈ ഒരു വെള്ളച്ചാട്ടമല്ലേ ഇതിനിവിടെ, പാറയുടെ ഇടയിൽ കൂടെ ഈ വെള്ളം പോകുന്നതാണ്. ഇനി എങ്ങോട്ടാണ് എന്തോ വിളിച്ചോണ്ട് പോകണമെന്ന് അറിയാൻ വയ്യ. നമ്മളെ നരൻ മൂവി അങ്ങനെ ഒരുപാട്, മറ്റേ സങ്കലയന, മറ്റേ എന്താണ് വിക്രമ അഭിനയിച്ചത്. അപ്പൊ നമ്മൾ ആ ഒരു ഗൈഡിന്റെ കൂടെ ഇപ്പുറം വന്നത്. അപ്പൊ ഇതിനാ പടി കയറി മുകളിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരുപാട് ഏക്കർ കണക്കിന് ഇങ്ങനെ കിടപ്പുണ്ട് ഏരിയ. അപ്പൊ അതിൽ നിന്ന് പല ഭാഗത്തായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ വീഴുന്ന വെള്ളച്ചാട്ടത്തിനെയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്പോട്ട്. അതായത് ഹോക്കനകല്ലിനെ അങ്ങനെ ഒരു വാക്കിൽ വിളിക്കുന്നുണ്ട്, സൗത്ത് ഇന്ത്യയുടെ നയാഗ്ര വെള്ളച്ചാട്ടം. അത് നല്ല മഴയുള്ള സമയത്താണ്, കാരണം ഈ വെള്ളമെല്ലാം കറങ്ങി ചുറ്റി ഇതിനകത്തൂടെ വന്ന് വീഴുമ്പോൾ അതിന്റെ ഒരു ചെറിയ ഒരു പോർഷൻ വ്യൂ കണക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഒരു വ്യൂ തന്നെയാണ്. മഴ സമയത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് കുത്തി മറിയും, അത്രത്തോളം ശക്തമായിട്ടുള്ള രീതിയിലായിരിക്കും വെള്ളം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഇവിടെ ആളുകളെ ഇവിടെ അനുവദിക്കുന്നതല്ല. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ മഴ സമയം നമ്മുടെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ടൈമിങ്ങിലായിരിക്കാം. അപ്പോൾ ആ സമയത്തില്ല. ഇപ്പം എന്തായാലും സെപ്റ്റംബർ നവംബർ ഡിസംബർ ജനുവരി ആ ഒരു ടൈമിൽ, അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ജനുവരി ടൈമിലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പറ്റിയ ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്ലൈമറ്റ് ഇവിടെ ഞാൻ ചോദിച്ചു ഇതിനക്ക് ഇപ്പം നല്ല കൂളിംഗ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ ചോദിച്ചാൽ എന്താ ഈ ക്ലൈമറ്റ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ പറഞ്ഞു അല്ല, തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിലുള്ള ചൂടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ വായത്തിന് വെച്ച് ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരിയല്ല, നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ് കൂളിംഗ് ഉണ്ട്. കൂടെ വന്ന പിള്ളേരാണ്, വർത്താനം പറയാനും ഒന്നും അറിയത്തില്ല, എങ്കിലും അവരെ ആ ഒരു യാത്ര ആസ്വദിക്കുന്നത് രണ്ടുപേരും അടിപൊളി തന്നെയാണ്. ഫ്രണ്ട്സ് ആ പയ്യന്മാരെ കൊണ്ട് ടൈറ്റാനിക് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് റെഡിയാക്കുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ അടുത്ത ഒരു കൊട്ടവഞ്ചി സവാരി വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലെ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇനി സ്റ്റെപ്പ് ഇറങ്ങി താഴെ നമ്മൾ പോയി ആ കൊട്ടവഞ്ചി കയറി. 4 പേർക്ക് കയറാൻ അനുവാദമുള്ളൂ. നമുക്കൊരു ചുമന്ന ഒരു പാസ് പോലെ തന്നല്ലോ. അപ്പോൾ ആ പാസ് ഇവിടെ കാണിച്ചിട്ട് ശേഷം മാത്രമേ ഇതിനകത്ത് കയറി നമുക്ക് പോകണം. 4 പേരെ മാത്രം അനുവദിക്കുകയുള്ളൂ. ഒരു കൊച്ചു കുട്ടീനെയും കൂടെ വേണമെങ്കിൽ അവരത് അറ്റൻഡ് ചെയ്യിക്കുക. അവർക്ക് 1500 തന്നെയാണ്. അതിൽ നെഗോഷ്യബിൾ ഒന്നും ആക്കാൻ പറ്റത്തില്ല. പക്ക അവരുടെ രീതിയിൽ കറക്റ്റ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് മുമ്പേ ഇത് പല രീതിയിലൊക്കെ നടന്നതിൻ്റെ എന്തോ പ്രശ്നമൊക്കെ ആയതിനു ശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ഈ ഒരു കോൺട്രാക്ട് ബേസിനകത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഒരു മണിക്കൂറാണ് നമുക്ക് ഈ ബോട്ടിങ്ങിന്റെ സമയം തരുന്നത്. അപ്പോൾ 1500 കൊടുത്ത് നേരെ അവിടെ കുട്ടവഞ്ചി സവാരിക്ക് ചെല്ലുമ്പോൾ വഞ്ചി തുഴയുന്ന പുള്ളിക്കാരൻ പറയും 1000 രൂപ 700 രൂപയ്ക്ക് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടെ ദൈർഘ്യം പോവാം, നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ കുറച്ച് കൂടെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വഞ്ചറൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അതൊന്നും വേണ്ട, നമ്മൾ കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമായിട്ട് ചോദിച്ച് എന്തൊക്കെയാണ്, ഏത് രീതിയാണ്, എത്ര ഡിസ്റ്റൻസ് പോകുന്നു, അപ്പോൾ നമുക്ക് അത് കവർ ചെയ്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരന് അതിനകത്ത് ആ ഒരു തൃപ്തിയല്ലാത്ത രീതിയിലായതുകൊണ്ട് ഈ പറയുന്ന ഭാഗത്തിനകത്ത് പോകണം. പുള്ളി അവിടുന്ന് അപ്പോഴേ റൊട്ടേറ്റ് ചെയ്തെടുത്ത് ഒറ്റ പോകുന്നു, നല്ല സ്പീഡിൽ തുഴഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുക. അപ്പോൾ ഞാനും ഫ്രണ്ട്സും കൂടെ അതിൽ സംസാരിച്ചു. നമ്മൾ ചേട്ടാ അതങ്ങനെ ചെയ്യരുത്, നമ്മൾ ഫുള്ള് റെക്കോർഡിങ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നമ്മൾ മേളിൽ അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് കറക്റ്റ് ചെയ്യാൻ വന്നാൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്കൊരു ടിപ്പ് ഓഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പുള്ളി അത് ഇതാക്കാതെ പോയിട്ട് തന്നെ തിരിച്ചപ്പം ഇവന്മാർ രണ്ടുപേരും സംസാരിക്കത്തില്ല എന്നുള്ളത് കേട്ടപ്പോൾ പുള്ളിക്കാരൻ പിന്നെ തിരിച്ച് പോയിട്ട് ഒന്നും കൂടെ വന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ അത് നിങ്ങളിങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂറിസം മേഖലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്, അപ്പം നമ്മളായിട്ട് ഈ ചീറ്റിങ് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെവിടെ തന്നെ ആയിരിക്കും ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ വാല്യൂ ഇടിയുന്നത്.
ആ പുള്ളിക്കാരൻ പിന്നെ രണ്ടാമത് തിരിച്ചു വന്ന് നമ്മളാ വീണ്ടും ആ പറയുന്ന ആ ഒരു ആ രീതിയിൽ നന്നായിട്ട് പിന്നെ കൂടെ സഹകരിച്ചു. ഓണാക്കിയോ? ആ ഓണാ, കണ്ടിന്യൂ ഓണാ. Guys, this is Hogganakal waterfall. മറ്റേ ഇതും കൂടി ഇട്ടോ. റൊട്ടേറ്റ് പണ്ണ വേണ്ട, അല്ല പ്ലെയിനാ പോയിട്ടുള്ളത്. ആദ്യം എണ്ണ ഇടന്നെങ്കിലും പിന്നെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് എണ്ണ ഹാൻഡിൽ ചെയ്തു. പിന്നെ പ്രിൻസിനാണെങ്കിൽ നല്ല കുരുവും പൊട്ടി. പിന്നെ പറഞ്ഞു വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മളെ കാര്യം നടന്നപ്പോലെ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എണ്ണ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ വലയിടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു ഫിഷിങ് ചെയ്യാനായിട്ട് ലൈസൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. എന്നെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ നമ്മളവിടുത്തെ പോലെ ഈ ഉടക്ക് വലയല്ല ഇടുന്നത്, വീശു വല എടുത്താണ് മീൻ പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അല്ലാണ്ട് 60 അടിയോളം താഴ്ച ഉണ്ടെന്നും പറഞ്ഞു. വരുന്ന വഴിക്ക് നിറയെ മീൻ അടിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മണ്ടയിൽ നിന്ന് കണ്ട സ്കൂട്ട് കണ്ട് ആ കാണുന്ന പാറ, ആ ഒരു കൂട്ടം കണ്ട ആ ഒരു സ്കൂട്ടമാണ് കണ്ടത്. അവിടെ നടന്നാണ് ഇവിടുന്ന് മീനും എടുത്ത ആൾക്കാർ അങ്ങോട്ട് പോകണം. അപ്പോൾ അപകട സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരലെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ചേച്ചി എന്തുണ്ട് ചേച്ചി? വേറെ എന്തുണ്ട്? ഗരമായിട്ടും എരിയായിട്ടുള്ളല്ലോ. അപ്പോൾ ഈ ഇവരെന്ന് പറഞ്ഞാൽ ഈ കാവേരി നദിയിൽ കുട്ടവഞ്ചി വെച്ച് അതിനകത്ത് ഫ്രൂട്ട്സ് ഐറ്റംസും സ്നാക്സും ഒക്കെ ഇങ്ങനെ വിൽക്കുന്നതാണ് ഇതുവരെയൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക്. അപ്പോൾ തൊട്ട് മേളിലായിട്ട് ഒരു ഐലാൻഡ് ഉണ്ട്. അവിടെ കുറച്ച് അമ്മച്ചിമാർ നിന്ന് മീനൊക്കെ വൃത്തിയാക്കി നമുക്ക് ആ മീൻ അവിടുന്ന് അവർ വെട്ടി കണ്ടിച്ച് വൃത്തിയാക്കി അപ്പോഴേ നമുക്ക് ഫ്രൈ ചെയ്ത് തരും. ഇത് വളർത്തുന്ന മീനല്ല, അതായത് കാവേരി നദിയിൽ വരുന്ന മീനാണ്. ഇതിനകത്ത് നെത്തോലി മാത്രം ഇത് ഇങ്ങിരുന്ന് പിടിക്കുന്നതാ. ഇത് നെത്തോലി അല്ലയാ? ഇങ്ങിട്ടാ ഇപ്പോഴും നെത്തോലി ഇരിക്കുന്നു. ഇവർ ആറ്റിൽ നെത്തോലി എന്നാ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ. അവരവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. സംഭവം ആറ്റിലെ നെത്തോലി എന്നല്ല, ആറ്റിലെ മീനൊക്കെ വേറെയാണ്. ഇത് കടലിൽ നിന്ന് തന്നെ പിടിച്ചോണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി ഒരു 100 രൂപയ്ക്കാണ് അവർ തന്നത്. ഞാനും ഒരു സ്ഥലത്തൊന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു. ആ കൊട്ടവഞ്ചിരിക്കുന്നവരുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ കാണുന്ന ഒരു വീടാണ് കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, അവിടുത്തെ ലോക്കൽ. ഇവിടെ കറണ്ടും അവർക്ക് മോട്ടോർ പമ്പ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അല്ലാതുള്ള ഫ്യൂലൊക്കെ വെച്ച് ഉപയോഗിച്ചാണ് വെള്ളം അടിച്ച് ഉപയോഗിക്കാറെന്നാണ് അറിവ്. നമ്മളെ അവിടുന്ന് കരയൊക്കെ അമ്മച്ചി നെത്തോലിയൊക്കെ പൊരിച്ച് റെഡിയാക്കി കഴിഞ്ഞു. ഒന്ന് കഴിക്കാം. മാവിൽ മുക്കി വെച്ച് ഒരു അവരുടേതായ മസാല ഫ്രൈ. കുഴപ്പമില്ല, കൊള്ളാം. അത് ആ കർണാടക ഏരിയ ആണ്. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഗോപിനാഥപുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 12 കിലോമീറ്റർ, ഇവിടുന്ന് 12 കിലോമീറ്റർ വീരപ്പൻ്റെ ഏരിയ ആണത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കാണുന്നത് മാർക്കോട്ടൈ എന്ന് പറയുന്ന സ്ഥലമാണത്. മാർക്കോട്ടൈ. ഇവിടെ കുറേ വീടുണ്ട്, 10-20 വീടുണ്ട്. പക്ഷേ കറണ്ട് ഒന്നുമില്ല. കുടിക്കുന്ന വെള്ളവും അവർ എന്ത് ചെയ്യുന്നത് ഈ വെള്ളത്തിൽ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉള്ള പ്രാദേശികമായിട്ടുള്ള ജോലി എന്തൊക്കെ ആയിരിക്കും? ഒരു വേല എന്നാ പண்றது? ഇവിടെ ഈ മണലിൽ വരുന്നത് മണൽ വെള്ളം വന്നാൽ മണൽ തീര് പോയിടും. ഇത് പേരെന്ന് മണൽക്കോട്ടെ. ആനക്കൽ മണൽ. ആനക്കൽ മണൽ ഇപ്പം നിൽക്കുന്നത്. അപ്പം തമിഴ്നാട്ടിൽ ഈ കുട്ടവഞ്ചി ഓടിക്കുന്നവർക്ക് അവർക്കൊരു യൂണിഫോം ഉണ്ട്, ബ്ലൂ കളറിലാണ് ഈ നീല. അപ്പം നമ്മുടെ ഈ ചേട്ടനാണ് അവർ തമിഴ്നാടിൻ്റെയാണ്. അപ്പം അവർ ഈ കാണുന്ന ഈ പാറക്കെട്ട്, ഈ തൊട്ടടുത്ത് കാണുന്ന പാറക്കെട്ടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കർണാടകയുടെ ഭാഗമാണ്. കർണാടകയിലാണ് ആ കാണുന്ന ചേട്ടന്മാരൊക്കെ ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ മഞ്ഞ കളർ ആ ഒരു ഷർട്ടാണ്. അപ്പോൾ അവർ ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ, അതായത് ഈ കാണുന്ന ഈ പാറക്കെട്ടിൽ നിന്ന് ആ ഒരു മേളിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗോപിനാഥപുരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതാണ് പുള്ളിക്കാരൻ്റെ സ്പോട്ട്. പിന്നെ എല്ലാവർക്കും ഈ കൊട്ടവഞ്ചി തുഴയാനൊക്കെ തന്നു. കൈയടിച്ചിട്ടാണെന്ന് അറിയാൻ വയ്യ. എന്തായാലും എല്ലാവർക്കും ഒരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ നോർമൽ വഞ്ചിയും കൈക്കിങ് തുഴയുന്നതല്ല, വേറൊരു ലെവലായിരുന്നു. സംഭവം തുഴഞ്ഞു വിടുന്നതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ കീപ്പ് ചെയ്ത് പോകുന്നത്. 2-3 പ്രാവശ്യം വൺ സൈഡ് ഇടുക, ഇപ്പുറ സൈഡ് 2-3 പ്രാവശ്യം ഇടുക, അങ്ങനെ ഒരു തരത്തിലായിരുന്നു. അല്ലണ്ണ, ഒരാൾ മുന്നാടി ഒരു വാക്ക് ചൊല്ലി വെച്ച് അത് അവര് നമ്മൾ നമ്പി തന്നെ നിൽക്കണം. സാധനം എത്രയാണെന്നാ അവൻ വായി വരാതെണ്ണ? 300 வருதுண்ணா, 500 வருதுண்ணா.
200, 500, 400 ഫുൾ പാക്കേജ്. പകുതി മതി എന്നാ കാണുന്നുണ്ടെങ്കിൽ ഇതാ ഈ പാറയുടെ പൊക്കം കണ്ട ഏതാണ്ട് ഒരു 10, 20, 30, 50 അടി 60 അടി പൊക്കം ഉണ്ടോ. അതിന് മേലെ ഒരു മരം നിൽക്കുന്നുണ്ടോ. ആ മരം പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഓഗസ്റ്റ് മാസത്തിൽ വെള്ളം നിറഞ്ഞു പോകുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നമ്മളിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് താഴോട്ട് ഏതാണ്ട് താടെ ഒരു 50-60 അടിയുണ്ട്. ചാടി നോക്കിയാൽ അറിയാൻ പറ്റും. പ്രിൻസ് ഒന്ന് ചാടി നോക്കുന്ന അങ്ങനെ നമ്മുടെ കുട്ടപ്പഞ്ചായത്ത് സവാരി കഴിഞ്ഞിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ എണ്ണ തേച്ച് പൊരിക്കാൻ പോകുന്നത്. കട്ട്ല ഗൈസ്, ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് അശോക സിനിമയിൽ കരീന കപൂർ ഓടി ഇറങ്ങി വന്ന് ബോട്ടിക്ക്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഓയിലും കാര്യങ്ങളൊക്കെ മേടിച്ചത്. ഓയിൽ പിന്നെ ഒരു പൗഡർ എല്ലാം കൂടെ ഒരു 60 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ മസാജ് ചെയ്യാൻ പോവുകയാണ്. ഓയിൽ മസാജ് ഇന്ന് മസാജ് ചെയ്ത് നമ്മൾ മസാജ് ആകുന്നു. ഗൈസ്, ഇതാ ബജാജ് ബ്രോ ആണ് മസാജ്. തുടക്കം ഹെഡ് മസാജ് കൂടാണ്. അതാണ്ട് ഈ ഡാൽഡ ഓയിൽ, എഞ്ചിൻ ഓയിൽ, എന്തിന്റെ പൂർണ്ണ ഓയിൽ വെച്ചാണ് ബജാജ് ബ്രോയുടെ തല മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തലയിൽ നിന്നും തുടങ്ങി പിന്നീട് ബാക്കി പല പല ഭാഗങ്ങളിലോട്ട് ഇറങ്ങി അവസാനം ഹാപ്പി എൻഡിങ്ങിലൂടെ നിർത്തുന്ന പരിപാടി. ബജാജ് ബ്രോയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അണ്ണയുടെ പേരെന്നെ രാമു അണ്ണനാണ് ബജാജ് ബ്രോയ്ക്ക് മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് അപ്പുറത്തേക്കുന്ന നമ്മുടെ തമ്പിയാണ് അജിത് കുമാർ. തലയുടെ പേരാണ് അജിത് കുമാർ. ഇത് നമ്മുടെ കൂട്ടുകാരൻ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന നമ്മുടെ കൂട്ടുകാരനാണ്. ബജാജ് തല അടിച്ച്. ഇങ്ങനെയാണ് നമ്മൾ സത്യം പറഞ്ഞ് തുടങ്ങുന്നത്. ഉണ്ടോ ഗൈസ്, ഇതാണ് അപ്പം കാവേരി നദി, തലക്കാവേരി. ഇപ്പൊ തന്നെ പൊരിക്കും. എണ്ണ തേച്ച് മസാല തേച്ചോണ്ടിരിക്കും. ഇങ്ങനെ വെക്കാം. പലതരത്തിലുള്ള മീൻ ഇവിടെ പൊരിച്ചെടുക്കുന്നതാണ്. ഇത് നമ്മുടെ അടുത്ത കൂട്ടുകാരൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഭയങ്കരമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് കേട്ടോ. ആ സൂപ്പർ. എങ്ങനെയുണ്ട് ബജാജ് ബ്രോ? എന്റെ അമ്മച്ചി, അയ്യോ 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 എന്റെ ശിവനെ. ഗൈസ്, ഇപ്പൊ എന്താണ്ട് ബജാജ് ബ്രോയെ നിർത്തി മസാജ് ചെയ്യുന്നു. ഇല്ല, മസാലയും കൂടെ പുരട്ടി. പാറയും മണലും കൂടെ കൂടിച്ചേർന്ന പ്രദേശമാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ എണ്ണ തേച്ച് എല്ലാവരെയും മസാജൊക്കെ ചെയ്യുന്നുണ്ടേ. ഈ പാറയ്ക്കകത്ത് വഴുക്കലും എണ്ണ എല്ലാം ഉണ്ട്. നമ്മൾ കാലിന്റെ ഉപ്പൂറ്റിക്ക് അവർ എണ്ണയ്ക്ക് വന്നത് നടന്നു പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു പോകണം. കാരണം നല്ല വഴുവഴുക്കലുള്ള പാറയുണ്ട്, എണ്ണയും കിടപ്പുണ്ട്. ചവിട്ടിയ പല്ലും പഴമൊക്കെ പോകും ഉറപ്പാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നടന്നു പോവുകയാണെങ്കിൽ അപകട സാധ്യത വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് പോയിട്ട് നാട്ടിൽ പോവാം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ആഹാരമോ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് വെലികുണ്ടിലു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് നരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്പോട്ടിലേക്ക്. ഓക്കെ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.